എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കലത്തപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരുകളോട് കൂടിയിട്ടുള്ള കലത്തപ്പാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും നാഴി ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു നാഴി ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സാണ് 250 ml എന്ന് പറയുന്നത്. ഇനി 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മിനുസുള്ള പൊടിയാണ്. 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്കായുടെ കുരു എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരിപ്പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നല്ല മിനുസായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരികളോട് കൂടിയിട്ടുള്ള കലത്തപ്പൊന്നും കിട്ടില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ചൂടുള്ള ശർക്കര ഇതുപോലെ ഒഴിച്ചു കൊടുത്താലേ കലത്തപ്പത്തിന് നല്ല അരുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരുന്നാലേ കലത്തപ്പത്തിന് അരുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അലുമിനിയം കുക്കർ എടുക്കുകയായിരിക്കും നല്ലത്. സ്റ്റീലിൻ്റെ ആണെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഉള്ളിലേക്ക് മൂടുന്ന കുക്കറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്ത് ഈ ഒരു കളറായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 4-5 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇപ്പോൾ ഉള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെതറി കൊടുക്കാം. 1/2 മിനിറ്റോളം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട്, അതായത് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ വിസിൽ നമ്മൾ ഊരി മാറ്റണം. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളത്തുള്ളികളും എയർ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം വേണ്ടത്. 2-4 മിനിറ്റ് നേരത്തേക്ക് മൂടി തുറക്കണ്ട. പിന്നീട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ട നല്ല അരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്